അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഗ്ലോയിങ് ഫേസ് മാസ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. തക്കാളിക്കയുടെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഫേസ് നല്ലപോലെ ഗ്ലോയിങ് സ്കിൻ ആക്കാൻ തക്കാളിക്ക കൊണ്ട് സാധിക്കും. തക്കാളിക്ക മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഒരു മാസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു മാസ്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനൊരു മാസ്ക് തയ്യാറാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ലായിരിക്കും. ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖം വെളുക്കാനും മുഖത്തിന്റെ സ്കിൻ ടൈറ്റ് ആക്കാനും ഓപ്പൺ പോഴ്സ് ഒക്കെ ഇല്ലാതാക്കാനും ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആക്കാനും പിമ്പിൾസിന്റെ പാടാണെങ്കിലും രോമമാണെങ്കിലും ഒക്കെ മുഖത്ത് നിന്ന് റിമൂവ് ആക്കി മുഖം വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കാൻ സഹായിക്കും നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ട്. ടിഷ്യൂ പേപ്പറിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതായത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് ആണ് വേണ്ടത് കേട്ടോ, അല്ലാതെ മറ്റേ നമ്മുടെ മഞ്ഞക്കറി വേണ്ട. എഗ് വൈറ്റ് വേണം കേട്ടോ. എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് അരമുറി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരമുറി ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് കുരുവൊക്കെ വീണിട്ടുണ്ട്, അതൊന്ന് റിമൂവ് ആക്കട്ടെ. അരമുറി ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇത് ഒരു ജ്യൂസി രീതിയിലായിട്ട് കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ഹണിയിൽ നിന്ന് ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ഹണി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഹണി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, അങ്ങനെ ഒന്ന് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കുന്ന സമയത്ത് ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുൾട്ടാണി മിട്ടിയും കൂടി ചേർത്ത് അതിനുശേഷം കട്ട കെട്ടാതെ നല്ല പോലെ ഇതങ്ങ് മിക്സ് ആക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. കണ്ടോ കണ്ടോ, നല്ല പോലെ ലിക്വിഡായിട്ട് കിടക്കും. അതായത് ഒരു ജ്യൂസി രീതിയിൽ. ഇത് നമുക്ക് മുഖത്തിട്ടിട്ടുള്ള ആ ഒരു മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. എന്തായാലും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറാണ് വേണ്ടത്. അതായത് ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ആയാലും മതിയാകും കേട്ടോ. ആ ഒരു ഫേഷ്യൽ റിമൂവിങ് ടിഷ്യൂ പേപ്പറിന് ചെറിയൊരു ഒരു ഇതാണ്. ഇത് കണ്ടോ, വെറും നോർമലായിട്ടുള്ളതാണ്. നമ്മുടെ ഒരു തുണിയുടെ ടൈപ്പൊക്കെ ആയിട്ട് തോന്നിക്കും. പക്ഷേ അതില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സാധാരണ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും നമ്മുടെ സംഭവം ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ട് വെച്ചിട്ടാണ് തേക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും തേക്കാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ, കൈ കൊണ്ടാണ് തേച്ച് പിടിപ്പിക്കുക. എനിക്ക് ബ്രഷ് വെച്ചിട്ട് തേക്കുന്നതാണ് കംഫർട്ടബിൾ. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ ബ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു കംഫർട്ടബിളിനനുസരിച്ച്. ഓക്കെ, നിങ്ങളിപ്പോൾ എഗ്ഗിൻ്റെ ഒരു ആദ്യത്തെ ചേർത്തേക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് പോലും നമുക്കുണ്ടാവില്ല. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇത് കണ്ടോ, കുറച്ചെടുക്കുക. നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുക്കാനൊക്കെ സുഖമാണ്. അതേപോലെയാണ് ഫേസ് ഫുള്ളായിട്ട് നമുക്കിത് വെക്കാം. നമ്മുടെ ഫേസിൻ്റെ അനുസരിച്ച് വേണം വെക്കാനായിട്ട്. ഇനി ഇതുണ്ടോ, കണ്ടിട്ട് പേടിക്കണ്ട.
ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവം തേച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി നമുക്ക് ഇട്ടിച്ചു കൊടുക്കാം. ഉണങ്ങാൻ വേണ്ടി നമുക്കൊരു കുറച്ച് നേരം, അതായത് ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ലൂസാവും. സ്കിൻ ടൈറ്റ് ആവുന്നതിന് വേണ്ടിയും സ്കിന്നിൻ്റെ ഒരു ഗ്ലോയിങ്ങിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാസ്ക് ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ ഒറ്റ ഷീറ്റായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് മാസ്ക് രീതി ഇതാണല്ലോ. നല്ലോണം ഉണങ്ങണം കേട്ടോ, പെട്ടെന്ന് വലിച്ചെടുക്കി കളയരുത്. സംഭവം കണ്ടോ, ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ല കിടിലനാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. സംഭവം കിടുവാണ്. ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ തന്നെയും നമ്മുടെ സാധാരണ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സംഭവം കിടുവാണ്. 100% ആണ് റിസൾട്ട്. കണ്ടല്ല, കവിളുകൾ വെളുത്ത് തുടുക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയത്. അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടോ. എന്തായാലും നിങ്ങളും അത് ഉപയോഗിച്ച് നോക്കണേ. നിങ്ങളുടെ കവിളുകൾ വെളുത്ത് തുടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.